ജോമോളെ, അവളെ വീഴ്ത്തിയ സംഭവമേറ്റു. അതങ്ങനെയൊന്നും വീഴുന്നൊന്നുമല്ല. എറിഞ്ഞെങ്കിലും ഒന്ന് വീഴ്ത്ത്. ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. വരുന്നുണ്ടെന്ന് തോന്നുന്നു. ശരി, ചിരിക്കണ്ട, കടിക്കാനൊന്നുമില്ല. സ്മൃതി, ഇങ്ങനെയൊക്കെ പുതിയ വർഷത്തിൽ പോയാൽ മതിയോ? എന്തെങ്കിലുമൊക്കെ വേണ്ടേ പുതിയതായിട്ട്? മസാല ടീ പറയായിരുന്നല്ലേ? അതല്ല, നമ്മളെ ലൈഫിനെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാണണം. കഴിഞ്ഞ കൊല്ലം ഇതേ കോഫി ഷോപ്പിലിരുന്ന് ഈ കാപ്പിയും കുടിച്ച് ഇതേ വചനം തന്നെയല്ലേ നീ പറഞ്ഞേ? അന്ന് കടിക്കാൻ 2 കട്ട്ലറ്റെങ്കിലും ഉണ്ടായിരുന്നു. അപ്പൊ അതുമില്ല. സ്മൃതി, ഞാൻ ലൈഫിനെ കുറച്ച് സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങി. എന്ത് നിന്റെ ഈ ബാസിട്ടുള്ള സൗണ്ടോ അല്ലെ മറ്റേ സാധനം ഷുഗർ കട്ട്? എന്ത് റെസൊല്യൂഷനാണ്? അതല്ല, നമുക്കൊരു ഫാമിലി ഒക്കെ വേണ്ടേ? നിനക്കുണ്ടല്ലോ, ഒരു പപ്പയില്ലേ, ഒരു മമ്മിയില്ലേ, പിന്നെ നല്ലൊരു ചേട്ടനില്ലേ? അങ്ങനല്ല, ഒരു കല്യാണമൊക്കെ കഴിച്ചാലോ? പക്ഷെ എനിക്കതൊക്കെ നാണാ. അതൊന്നല്ല. ഈ കാപ്പിയില്ലേ, ഈ കാപ്പിയിലെ ഗ്ലാസ് ആണ് നീ. ഓ, ഗ്ലാസ്. വിട്, അതൊക്കെ വിട്. എന്നാ ഈ കാപ്പിയിലെ പഞ്ചസാരയാണ് നീ. ഒരു മിനിറ്റ്, ഫിലോസഫി നിർത്തി കാര്യം പറ. നമ്മളിപ്പോ ഈ കാപ്പി ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ വേണം? പാല് വേണം, കാപ്പിപ്പൊടി വേണം, പഞ്ചസാര വേണം. പ്യാൽ നീ ആയിരിക്കില്ലേ? എന്നിട്ട് പിന്നെ നിന്റെ ചേട്ടനും വേണം. ചേട്ടൻ നിൽക്കുന്നില്ല. കാപ്പി ആരാ? ബിബിന. എത്ര കാലം ഈ പാലും കാപ്പിയും മിക്സപ്പ് ആയിട്ട്? 8 കൊല്ലായിട്ട് ഈ പഞ്ചസാര ഒന്നും അറിയാതെ നിങ്ങളുടെ കിടന്ന് കലങ്ങിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയല്ല, നോ നോ, നിങ്ങളുടെ കാപ്പിന് കൈപ്പുള്ളതാക്കരുത് പ്ലീസ്. ഓക്കെ. ഇനി ഈ പഞ്ചസാര വീട്ടിൽ കൂടി പറഞ്ഞ് സമ്മതിപ്പിക്കണം. പപ്പയും മമ്മിയും കട്ടനാണ്. പ്യാൽ അത്ര ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. എന്നാലും ഒന്ന് നോക്കാം. ജോമോളെ, ഇനി നീ പഞ്ചസാര, ഞാൻ പാല്, കാപ്പി നിന്റെ ഏട്ടൻ മനു.